വലിയൊരു ചരിത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അത് ഭയങ്കരമായിട്ടൊരു പൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മളെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന മീനാണ്. വാസ്കോ ഡ ഗാമ കപ്പൽ ഇറങ്ങാൻ കാരണം ഈ ക്ഷേത്രത്തിത്തെ ഇവിടെ കപ്പൽ ഇറങ്ങാൻ കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിത്തെ വെളിച്ചം കണ്ടിട്ടാണ്. ഗുഡ് മോർണിംഗ്, ഐ ആം മനു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ കോഴിക്കോടിന്റെ അതിപ്രധാനമായ സ്ഥലമായ കാപ്പാട് ബീച്ചിലേക്കാണ്. ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന സ്ഥലമായ നമ്മൾ കാപ്പാട് ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പോയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകേണ്ട ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂർ എന്തായാലും കഷ്ടിച്ചുണ്ടാവും. ഇതാണ് നമ്മളെ വാസ്കോ ഡ ഗാമ ഇവിടെ കാപ്പാട് വന്ന് ഇറങ്ങിയതിന് സ്മാരകമായിട്ട് നിർമ്മിച്ച ശില എന്നും പറയാം. ഇവിടെ ഇതിൽ വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഹിയർ കാപ്പാട് ഇൻ ഇയർ 1498 1498 അദ്ദേഹം ഇവിടെ വന്നത്, കാപ്പാട് വന്നത്. വലിയൊരു ചരിത്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അത് ഭയങ്കരമായിട്ടൊരു ഫീലാട്ടോ. ഭയങ്കരമായിട്ടൊരു ചരിത്ര നിർമ്മിതിക്ക് ഇതിപ്പോൾ ഇത്ര വിട്ട് കടലിന് നമ്മൾ ബീച്ചതും തമ്മിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ മാറ്റം വരുന്നുണ്ട്. കടലെടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വിട്ടിക്ക് ഇത് സ്ഥാപിച്ചത്. ഏതായാലും ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ഇപ്പോൾ ാണ് നമ്മളെ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ചാട്ടോ അത് കാണുന്നത്. ഇത് ബീച്ചിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. പിന്നെ അങ്ങോട്ടൊക്കെ കൂടുതലായിട്ട് നല്ല നല്ല കാഴ്ചകളുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ കാപ്പാട് ബീച്ചിലെത്തി. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാണാനുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഞാനും കുറേ വർഷങ്ങൾക്ക് മുന്നൊന്ന് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി വന്നാലോ. അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ, അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മളെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ രാമനാട്ടുകര ബൈപ്പാസിന് വരും. മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ രാമനാട്ടുകര ബൈപ്പാസിന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 25-30 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ നമ്മൾ ബൈപ്പാസ് കൂടെ പോന്നു കഴിഞ്ഞാൽ തിരുവാങ്ങൂർ എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കൊണ്ട് ഉള്ളോട്ട് പോരണം കാപ്പാട് ബീച്ചിലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം നമ്മൾ ഒരു 4-5 വർഷം മുന്നെയാണ് ഞാനിവിടെ വന്നത്. ആ ഒരു രൂപവും ഇപ്പോഴത്തെ രൂപവും തമ്മിൽ ഭയങ്കര മാറ്റമാണ് തോന്നുന്നത്. കാരണം നല്ല പ്ലേസാണ്, ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ. അതുപോലെ നമ്മളെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ നമുക്കൊരു ഒരു ടൂർ പാക്കേജ് പോലെ തന്നെ നമുക്ക് വരാം ലോ ബഡ്ജറ്റിൽ. കാരണം നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് നേരം മക്കളൊക്കെ ആയിട്ട് വരുമ്പോഴും അതിന് കുറേ നേരം മക്കൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വരണം, മാക്സിമം ഒന്ന് എൻജോയ് ചെയ്യണം. നമ്മളെ ഫാമിലീസിൻ്റെ കൂടെ വരാൻ നോക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ശരി, നമ്മൾ വന്നിട്ട് മാക്സിമം അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയൊക്കെ. അപ്പോൾ കണ്ടോ, നല്ല പ്ലേസുകളാണ്. നമുക്ക് മക്കളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ പാർക്ക് പോലത്തെ കാര്യങ്ങളും സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഏറുമാടങ്ങൾ അതൊക്കെ അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇതുപോലെ സിഗരറ്റിൻ്റെ എന്തൊക്കെ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇവിടെ തന്നെ അവർ നിക്ഷേപിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ എടുത്തിട്ട് നമ്മളെ ഉപയോഗം കഴിഞ്ഞാൽ അതിന് പറ്റിയതാണ് നമ്മളിവിടെ ബോക്സുകളുണ്ട്, അത് നമ്മൾ അവരിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു പ്ലേസ് അല്ലേ, നമ്മൾ തന്നെ കഴിയണതും സംരക്ഷിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മളിത് വെള്ളം കുടിക്കാൻ അങ്ങനെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇട്ട് ഉപേക്ഷിച്ച് പോവുകയാണ് അധികം ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആരിട്ട് പോയതാണ് അറിയില്ല, അതിപ്പോൾ എടുത്തിട്ട് നമ്മൾ ആ ബോക്സിൽ ആ ചേച്ചിമാർ കൈ കൊടുത്താൽ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. കാരണം നമ്മളെ സ്ഥലങ്ങൾ നമ്മളായിട്ട് തന്നെ സംരക്ഷിച്ച് പോകേണ്ടതാണ്. അപ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് മറ്റാളും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതേമാതിരി നമ്മൾ ലൈസിൻ്റെ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കഴിയുന്നതും നമ്മളിവിടെ അടുത്തുള്ള ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇതുപോലത്തെ ബോക്സുകൾ ഇവിടെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയാതെ ഇങ്ങനത്തെ ഓരോ ബോക്സിൽ ഇടാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ വലിയ വലിയ നല്ല നല്ല പ്ലേസുകളിൽ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നല്ല പൊതുവെ ഏത് സ്ഥലത്തെത്തിയാലും കഴിഞ്ഞതും നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ, ബോട്ടിലൊന്നും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പോൾ മാക്സിമം അത് നമ്മൾ കറക്റ്റായിട്ടുള്ള എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ പിന്നെയും പറയാണ്, നമ്മൾ എന്തായാലും ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ്. നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല 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 സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തേടി പോണേലും നല്ലത് ഇവിടെ ഇതൊക്കെ കാണാം. കാരണം അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് കേട്ടോ. പക്ഷെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാനും ഫാമിലി ആയിട്ടും അതേമാതിരി ന്യൂ കപ്പിൾസിനൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. നമുക്കിത് ഫ്രീ ആയിട്ടിരിക്കാം. ഒന്നും കൂടി നമ്മളെ കോഴിക്കോട് ടൗണിലുള്ള ബീച്ചിനെക്കാളും ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ബീച്ചാണ്. കാരണം നല്ല രസമാണ് ഇത്. നമ്മൾ ഈ ഫോണിൽ എടുക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് മാക്സിമം ഞങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയുന്നില്ല. അതിൻ്റെ മാക്സിമം അതിലെങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ അത് നിങ്ങളുടെ ഇടയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും കഴിയുന്ന അത്രയും ക്ലിയർ എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ഏർമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈഫ് ഗാർഡിന് മാത്രമാണെന്നാണ് പറഞ്ഞത്. അവർക്ക് ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വെള്ളത്തിൽ നീന്തുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ ഉള്ള, അപ്പോൾ അധികം ദൂരത്തേക്ക് പോകാണ്ടിരിക്കാനൊക്കെ അവർക്ക് ഇവിടുന്ന് വാച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള നമ്മളെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പക്ഷെ നല്ല ക്ലീനാട്ടോ ഇവിടെ, നല്ല ക്ലീനായിട്ടുള്ള സ്ഥലമാണ്. നല്ല വൃത്തിയിലാണ് ഇവരിത് കൊണ്ട് നടക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരാനും നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം ലോ ബഡ്ജറ്റിൽ നമ്മളെ ഈ അടുത്തുള്ള ആൾക്കാർക്ക് മലപ്പുറം, കോഴിക്കോട്, പിന്നെ ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും കാണാത്ത, ഇപ്പോഴും കാപ്പാട് ബീച്ച് കാണാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒപ്പം പോകുന്ന ആൾക്കാരും ഒരു ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ ഒപ്പം. ഈ ബീച്ച് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അതാ പറഞ്ഞത്, നമുക്ക് ലോ ബഡ്ജറ്റിൽ നന്നായിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സ്ഥലമാണിത്. പക്ഷെ പിന്നെയും പറയാം, ഇവിടെ നല്ല ക്ലീനായിട്ടാട്ടോ അവർ കൊണ്ട് നടക്കുന്നത് ഈ ബീച്ച്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്കുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചെറിയ രീതിക്കുള്ള ചിൽഡ്രൻസ് പാർക്കുകളുണ്ട്. കുട്ടികൾക്കൊക്കെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് അധികവും. അപ്പോൾ കണ്ടോ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം കുട്ടികൾക്കിത് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക, ഫാമിലിയായിട്ട് വരിക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോരുക. കാരണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികം ക്യാഷൊന്നും കൊടുത്ത് നമുക്ക് വലിയ ടൂറും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള സ്ഥലങ്ങൾ തന്നെ
മാക്സിമം നമ്മളെ ഫാമിലീൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും ക്ലീനായിട്ടാണ് ഇവർ ഈ ബീച്ച് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളും മാക്സിമം നമ്മളിങ്ങോട്ട് വരുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക, നമ്മളായിട്ട് വന്നിട്ട് ഇവിടെ വൃത്തികേടാക്കാത്ത രീതിക്ക് വേണം നമ്മളിങ്ങോട്ട് വരുമ്പോൾ. കുട്ടികളെ കൊണ്ട് വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയാം, അവരൊക്കെ അധികം ലൈസിൻ്റെ കവറും ഇങ്ങനത്തെ ഇതൊക്കെ ഇവിടെയൊക്കെ ആകെ വലിച്ചിടുന്ന കാണാം. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ബോക്സസ് ഇവരിവിടെ വെച്ചിട്ടുണ്ട്, നമ്മളതിൽ കൊണ്ടുപോയിടാൻ ശ്രമിക്കുക. അതെ, കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണൽ കേട്ടോ. കണ്ടോ ഇവിടെ ഒന്നും അധികം കാണില്ല, ഇവിടെ നിന്നൊരു കുപ്പിയോ ഒന്നും കാണാനില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ 1-2 കുപ്പികളൊക്കെ അവിടെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഇവിടെയൊക്കെ നല്ല ക്ലീൻ ഞാൻ പറഞ്ഞില്ല, ഒരു 4-5 ചേച്ചിമാർ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തും കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറായി. 2 മണിക്കൂറും ഇവർക്ക് തന്നെ പണി. ഇവർ ഇതുള്ള ഭാഗം ഫുള്ള് സെർച്ച് ചെയ്തും കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ 3 പേരാണ് വന്നത്. ദിബു, നമ്മളെ അച്ചു, ഞങ്ങൾ 3 ആളും കൂടിയാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ കണ്ടോ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ, തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം മാക്സിമം എൻജോയ് ചെയ്യാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അവിടെ ആ ഭാഗത്തായിട്ട് ഫിഷിങ് നടക്കുന്നത് കാണാണ്ട്, ഒരാൾ അവിടെ ചൂണ്ടിടുന്നത് കാണാണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയാലോ, പോയി ജസ്റ്റ് എന്താണെന്നുള്ളത് കണ്ടു വരാം. ഓക്കെ, കമോൺ. അവിടെ ഇങ്ങനെയായിട്ട് ഒരാൾ ചൂണ്ടിട്ടിരുന്നു, നമ്മളെ കണ്ടപ്പോൾ തന്നെ അവൻ ചൂണ്ടെടുത്ത് പോയി. അപ്പോൾ ഇവിടെ താഴെ ഇവിടെ ബോട്ടിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കാം. നിൽക്കാറല്ലോ, ഇവിടെ തിരക്കില്ല, ആളുകളും ഇല്ലാത്തതുകൊണ്ടാണ് മാസ്ക് ഇടാത്തത്. അപ്പോൾ ഇപ്പോഴൊന്നും ആൾക്കാർ വന്ന് വൈകുന്നേര സമയത്താണ് അധികം ആൾക്കാരുണ്ടാവുക എന്നാണ് പറഞ്ഞത് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാട്ടോ മാസ്ക് ഇടാഞ്ഞ്. ഇനിയിപ്പോൾ അതിനാരും ചീത്ത വിളിക്കണ്ട. കേട്ടോ, നമ്മൾ പിടയ്ക്കണ മീനാണ്. ഇപ്പോൾ രാവിലെ പോയി പിടിച്ച് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞവർ. കണ്ടോ, അടിപൊളി. ഓ അതൊക്കെ മീൻ വായ തുറക്കുന്നു ആദ്യമായിട്ടല്ല ഇങ്ങനെ. കണ്ടോ നമ്മളെ ഏട്ടയുടെ കുട്ടികൾ, അത് ചത്തിട്ട് ഇതെവിടെ എന്താ കണ്ടോ, കണ്ടോ ഇതിനൊക്കെ ഇപ്പോഴും ജീവനുണ്ട്. കണ്ടോ ഇവിടെ അത് വായ ഓർക്കണ്ട, ഇതിനൊക്കെ ഇപ്പോഴും ജീവനുണ്ട് കേട്ടാ. ജണ്ടുകളൊന്നും ചത്തിട്ടില്ല. നമ്മളങ്ങനെ ഇപ്പം പിടയ്ക്കുന്ന മീനുകളെ കണ്ടല്ലോ. അപ്പോൾ വലയിന്ന് മീൻ ഇതാകണ് വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബോട്ടിൽ. ശരി, വെറൈറ്റി മീന്. നല്ല ഫ്രഷ് മാന്തള് കണ്ട. ഇതിപ്പോ രാവിലെ പോണ്ടേട്ടാ.
ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ വലയെന്ന് ഇങ്ങനെ നേരിട്ട് മീൻ പിടിക്കുന്ന കാര്യങ്ങളെ ലൈവായിട്ട്. നിങ്ങൾ പേരെന്താ? നിങ്ങൾ പേരെന്താ? മജീദ്. നിങ്ങളതോ? ഗഫൂർ. നമ്മളെ ഏട്ടന്മാരുണ്ട് കേട്ടോ. നമ്മളെ ഏട്ടന്മാര് ഫുൾ സപ്പോർട്ടാണ് നമുക്ക്. ഇപ്പൊ നമുക്ക് ആ വലയിന്ന് കിട്ടിയതാട്ടോ. ഇത് എന്താണ് ശങ്കാണ് തോന്നുന്നുണ്ട്. കണ്ടോ? ഭയങ്കര ഷാർപ്പാണ്. ഭയങ്കര അതല്ലേ, ഭയങ്കര. അത് കാലിനെ കുത്തി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആവുന്നാണ് ഇവര് പറയണത്. ഈ മണലിന്റെ അടിയിലൊക്കെ ഉണ്ടാവും ഇതിന്റെ തോട് വന്ന് കിടക്കണത്. കണ്ടില്ലേ? ഇവിടെ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ വല്ലാതെ നമ്മളെ ബേപ്പൂര് പോലെ അങ്ങോട്ട് വലിയ മീനുകൾ, അത്ര തോതിൽ മീനുകളൊന്നും വരുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ ബോട്ടുകളിലുള്ള ആണ്. ഇവരൊക്കെ ഇത് രാവിലെ പോയി 4:30 പോയി എന്ന് പറഞ്ഞത്. 4:30 പോയി ഇപ്പോൾ ഏകദേശം ഈ സമയപ്പോഴത്തിന് കിട്ടിയ മീനുകളാണ് അത്. കാണില്ലേ നിങ്ങൾ? പിന്നെ ഇതില് കണ്ടോ, ഇതുവരെ ഇവിടെ ഇത് അടച്ചിട്ട് തരുന്നു. ഇന്നലെയാണ് ഇത് ഓപ്പൺ ആക്കിയതെന്ന് പറഞ്ഞത്. ഏകദേശം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. ഇതുവരെ അടച്ച നമ്മൾ കൊറോണേൻ്റെ ഇതായിട്ട് ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഏകദേശമൊക്കെ കൊറോണ ആയിരുന്നു എന്നാണ്. ഏകദേശം എല്ലാ സ്റ്റാഫിനും ഉണ്ടായിരുന്നു എന്നപ്പോൾ ഇവർ പറയണം. നമ്മളെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ല മീൻ. അപ്പോൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് കൊറോണേൻ്റെ പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ ഇതുവരെ അടച്ചിട്ട് കിടക്കായിരുന്നു നമ്മളെ ഈ ബീച്ച് എന്നാണ് പറഞ്ഞത്. ഇന്നലെയാണ് ഇത് ഓപ്പൺ ആക്കിയതെന്നാണ് നമ്മളെ നേരത്തെ നമ്മൾ കണ്ടില്ലേ അവിടെ മീൻ വലയിൽ നിന്ന് മീൻ എടുത്തിടുന്ന ഏട്ടന്മാർ പറഞ്ഞത് നമ്മളോട്. എന്താ ഇന്നലെയാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയതെന്നാണ്. നമ്മളിവിടുത്തെ സ്റ്റാഫിന്, ഇവിടെ ക്ലീനിങ് സ്റ്റാഫിന് ഏകദേശം എല്ലാവർക്കും എന്നാ പറഞ്ഞ പോലെ കൊറോണ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആ കാരണം കൊണ്ട് മൊത്തം ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഇത് ഓപ്പൺ ആക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ വെച്ചെങ്കിലേ കണ്ടില്ലേ, ഇത് ലൈവായിട്ട് മീൻ വരുന്നതും കാര്യങ്ങളൊക്കെ കാണാതെ വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യട്ടോ. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മളെ ഈ കോഴിക്കോട് ഈ ഭാഗത്തുള്ള ആൾക്കാർ തോന്നുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് കാര്യങ്ങൾ ഓരോന്നും പറയാനും നമ്മൾ വീഡിയോ എടുക്കണമെന്ന് അവർക്ക് യാതൊരു വിഷയമില്ല. അവർ നമുക്ക് മാക്സിമം എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഇവിടെ കടലിക്ക് ഇങ്ങനെ കയറ്റിട്ടൊരു പാലം പോലെ നമ്മളെ ഇവിടെ ബേപ്പൂരുണ്ടല്ലോ, കടൽ ഭിത്തിയോ എന്തപ്പോൾ ഇതിന് പറയാ, കടൽപ്പാലോ, അങ്ങനെ എന്തോ. പക്ഷെ ഇതെല്ലാം രസമാട്ടോ. ഇങ്ങനെ ആളൊഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അത് പ്രത്യേക രസമാണല്ലോ ഇവിടെയൊക്കെ. മറ്റേന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാക്സിമം ആസ്വദിച്ച് ഈ സാവധാനം ഇതേമാതിരി ഒഴിഞ്ഞൊരു ദിവസം കൊണ്ട് പോരുക, എന്നിട്ട് മാക്സിമം ഇതേമാതിരി എൻജോയ് ചെയ്യുക. അത് നമ്മളെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരും കൊണ്ടുവരിക. അതായത് നമ്മളെ ഫാമിലി, ഇഷ്ടപ്പെട്ട ആൾക്കാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മളെ ഫാമിലി അങ്ങനെ നമ്മൾ ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വന്നിട്ട് ഇവിടെയൊക്കെ നമുക്കങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു അപാര ഫീലിംഗ് ആട്ടോ. ബീച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ഇത് നല്ല രസമാണ്. നമ്മളെ ഏകദേശം എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നുന്നു നമ്മളെ കോവളം ബീച്ചില്ലേ അവിടെ അതേപോലെയാണല്ലോ. നമുക്ക് ആ പാറയും സെറ്റപ്പും കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലാട്ടോ. കണ്ടോ, കാണുമ്പോൾ നമ്മൾ വല്ല വിദേശത്തൊക്കെ കാണുന്നത് പോലെ ഉള്ളൊരു ഫീലിംഗാണ്. നമ്മളെ ഈ സഞ്ചാരം ചാനലിൽ നമ്മളെ സന്തോഷേട്ടൻ്റെ വീഡിയോസിലെ കാണുന്നത് പോലെ ഒരു ഫീലിംഗ് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്താ വെച്ചെങ്കിൽ വിദേശത്ത് നമ്മൾ തമ്മിലുള്ള മാറ്റം എന്താ വെച്ചെങ്കിൽ കണ്ടോ, ഇതൊക്കെയാണ് മാറ്റങ്ങൾ. കണ്ടോ, അപ്പോൾ ആളുകളൊക്കെ ഇവിടെ ആകെ വൃത്തികേടാക്കിയിട്ട് പോയതാണ്. ബിയറും കുപ്പിയായിട്ടും നമ്മൾ കുടിച്ച സാവനപ്പിൻ്റെ ബോട്ടിലുകൾ, വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ. അപ്പോൾ നമ്മളിവിടെ വരുന്ന ആൾക്കാരൊക്കെ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മളെ ഓരോരുത്തരെയും കടമയാണ്. കാരണം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളൊക്കെ ഒരുപാടുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓരോ ബോക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ
ഇടാൻ ശ്രദ്ധിക്കുക. അത്ര നല്ല സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തികേടാക്കിയിട്ട് പോകുമ്പോൾ അതൊരു മോശമല്ലേ? അപ്പം എൻ്റെ റിക്വസ്റ്റാണ്, നമ്മളിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഓരോരുത്തരും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവിടെ നിക്ഷേപിക്കാതെ പോവുക. നമ്മൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഓരോ സ്ഥലത്ത് അവർ വെച്ചിട്ടുണ്ട്, ഓരോ ബോക്സുകളുണ്ട്, അതിൽ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പം എന്നാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. കാരണം നോക്കൂ, കണ്ടോ, ആകെ കുപ്പിയും കടലാസും പ്ലാസ്റ്റിക് കവറുകളും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ബീച്ചിനോട് ചാരിയിട്ടൊരു ദേവീ ക്ഷേത്രം ഉണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ, നമ്മളെ വാസ്കോഡഗാമ കപ്പൽ ഇറങ്ങാൻ കാരണം ഈ ക്ഷേത്രത്തിത്തെ, ഇവിടെ കപ്പൽ ഇറങ്ങാൻ കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിത്തെ വെളിച്ചം കണ്ടിട്ടാണ് അദ്ദേഹം കപ്പൽ ഇങ്ങോട്ട് കരക്കടുപ്പിച്ചതെന്നാണ് ഇവിടെയുള്ള ഒരു ഏട്ടൻ നമുക്ക് പറഞ്ഞത്. എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏട്ടനും പറഞ്ഞു ഞങ്ങളിതുപോലെ കേട്ടറിഞ്ഞ കാര്യമാണിത്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം, ഇതാണ് ആ ദേവീ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിത്തെ വെളിച്ചം കണ്ടിട്ടാണ് വാസ്കോഡഗാമ അന്ന് കപ്പൽ ഇവിടെ കരക്കടുപ്പിച്ചതെന്നാണ് നമ്മളെ താഴത്തെ ഒരു ഏട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അത് ചിലപ്പോൾ സത്യമാവാം, സത്യം അല്ലാതെ ഇരിക്കുക. ഏതായാലും ക്ഷേത്രം നല്ല അടിപൊളി ക്ഷേത്രം കേട്ടോ. കാരണം ഈ ബീച്ചിനോട് ചാരി ഉള്ള ക്ഷേത്രമാണ്. പിന്നെ നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്ഥലമാണ് ആ കാണുന്നത്. ഇത് കണ്ടോ, ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെയും കൂടിയും വരാൻ ശ്രമിക്കുക. ഇവിടെ ഇരുന്നിട്ട് നല്ല വ്യൂ ആട്ടോ, ഇവിടെ നിന്ന് ചുറ്റുഭാഗത്ത് നല്ലൊരു വ്യൂ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.